ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ കായപ്പമാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പമാണിത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോ കണ്ടാലോ. അപ്പോൾ അതിനാദ്യം കുറച്ച് ചെറിയ പഴം എടുക്കാം. മൈസൂർ പഴമാണ് ബെസ്റ്റ്, മീഡിയം പഴുപ്പുള്ളത്. ഇനി ഇവ ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഉടച്ചിട്ട് നമുക്കെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ പഴം നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അങ്ങനെ കുറച്ച് പഴം ഒന്ന് ഞാൻ ഇതുപോലെ എടുക്കുന്നുണ്ട്. ഇനി ഇവ നമുക്ക് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇതുപോലെ മിക്സിയിലിട്ട് അടിക്കരുത്. മിക്സിയിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ അപ്പം എണ്ണ കുടിക്കും, വളരെ സോഫ്റ്റായി പോവും. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് ഏലക്കായ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ടിപ്സാണ്, ഒരു കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് പുറമേ ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ലൂസ് അനുസരിച്ച് കുറച്ചും കൂടി മൈദ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് ഈ ഒരു ലെവലിലാണ് കിട്ടേണ്ടത്. ഇനി ചൂടായ എണ്ണയിലേക്ക് ഓരോ ചെറിയ ഉരുളകളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണക്കടികൾ ഉണ്ടാക്കുന്ന സമയത്ത്, കൂട്ടിടുന്ന സമയത്ത് ഫ്ലെയിം എപ്പോഴും ഹൈ ലെവലിൽ വെക്കണം. അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലും, പിന്നെ കൂട്ടിട്ട് കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം കുറച്ചിട്ട് ലോ ഫ്ലെയിമിലും വെക്കുക. എന്നിട്ടൊന്ന് വേവിപ്പിച്ചെടുക്കുക. ഒരു ഭാഗം വെന്തതിന് ശേഷം ഒന്ന് തിരിച്ചിട്ടിട്ട് വീണ്ടും ഫ്ലെയിം കുറച്ചിട്ട് തന്നെ വേവിച്ചെടുക്കുക, രണ്ട് സൈഡും. പലർക്കും ഉള്ളു വേവാതെ പുറം കരിഞ്ഞു പോകുന്നതിൻ്റെ കാരണം ഇതാണ്, ഫ്ലെയിം ശ്രദ്ധിക്കാത്തത്. പിന്നെ അതുപോലെ എണ്ണയിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഫ്ലെയിം കൂട്ടി വെക്കണം. അങ്ങനെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഈ വിഭവത്തിലേക്ക് എണ്ണ കുടിക്കൂല. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേവിപ്പിക്കുന്നതുകൊണ്ട് ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും, പുറം കരിഞ്ഞു പോവുകയും ഇല്ല. അപ്പോൾ നമ്മൾ അപ്പം വളരെ നീറ്റായിട്ട് തന്നെ, പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അത് ഈ അപ്പം നല്ല ഏത് എണ്ണക്കടികളിലും ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നന്നാവും. അപ്പോൾ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. രണ്ട് ഭാഗവും നന്നായിട്ട് വെന്തിട്ടുണ്ട്, പുറമൊന്നും അങ്ങനെ കരിഞ്ഞിട്ടുമില്ല. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇത് പണ്ട് മുതലേ തയ്യാറാക്കുന്ന ഒരു വിഭവമാണ്. പക്ഷെ പലർക്കും ഇത് പെർഫെക്റ്റ് ആവാത്തതിൻ്റെ കാരണം ഒന്നിക്കൽ മിക്സിയിൽ അടിക്കുന്നത് ആയിരിക്കും, അതുപോലെ ഫ്ലെയിം ശ്രദ്ധിക്കാത്തത്. പുറമെ ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുമാണ് ഉള്ളത്. പിന്നെ ഇതിൽ ഒട്ടും തന്നെ എണ്ണയും കുടിച്ചിട്ടില്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.